ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇലിമ്പിക്കാച്ചാറാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് നമ്മൾ ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നല്ല തിളപ്പിക്കണേ. എന്താ പറയുക, ഇലിമ്പിക്ക മുറിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുഞ്ഞ് പിഞ്ച് ഇലിമ്പിക്ക എന്നിട്ട് നമ്മൾ പറിച്ചായിരുന്നല്ലോ, അത് ആ നല്ലപോലെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വാടി വരുവേ. വാടി വന്നില്ലെങ്കിലത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പച്ച ചുവയായിരിക്കും അതിന്. അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് അച്ചാറുണ്ടാക്കുമ്പോൾ അങ്ങോട്ടിട്ട് ചേരുവയുടെയൊക്കെ കൂടെ അങ്ങോട്ട് ഇടുവാണെങ്കിലും അതിനൊരു വേറൊരു കട്ട് പോലെയുണ്ട്. ഇതിപ്പോൾ ഇന്നൊന്ന് വാട്ടിക്കഴിഞ്ഞ് കളയുവാണെങ്കിൽ അത്ര ഇതുപോലെ നമുക്ക് ഉണങ്ങിയും വെക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒരുപാട് കഴിക്കാൻ കൊള്ളുക എന്നൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ കഴിക്കും കേട്ടോ. ഒത്തിരിയൊന്നും കഴിക്കുകയില്ല, എന്നാലും ഉണക്കമീനിട്ടും ഒക്കെ പല രീതിയിലൊക്കെ ഉണ്ടാക്കും. ഇനി അത് വാടിക്കഴിയുമ്പോൾ വാങ്ങി വെക്കണേ, കോരിയെടുക്കണം നമ്മൾ. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരിയല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ പാത്രത്തിൽ മതി കേട്ടോ. നിങ്ങളത് വെള്ളത്തിലൊക്കെ മുങ്ങി കിടക്കത്തുള്ളേ. എന്നിട്ട് കുഞ്ഞു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം കടുകും പൊട്ടിച്ച്, കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി ഉലുവ ചേർക്കണം. ഉലുവ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ. ഉലുവായും ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കാന്താരി മുളക്, ഇത്രയും സാധനം നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്കത് കിട്ടുന്ന ഒരു പ്രത്യേക രുചിയാണ്. മുളക് തിന്നുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ആണെങ്കിലും അങ്ങ് ഒത്തിരി ബ്രൗൺ ആക്കിയൊന്നും കളയരുതേ. ഈ അച്ചാറിൻ്റെ അത് വെളുത്തുള്ളി പെറുക്കി തിന്നാൻ ഇവിടെ വിൻസെൻ്റിനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അത് അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ ആദ്യമേ എന്ത് അച്ചാറിൻ്റെ അകത്തു നിന്നാണെങ്കിലും വെളുത്തുള്ളി പെറുക്കി തിന്നുവേ. അതുകൊണ്ട് ഞാൻ അധികം ഡ്രൈ ആക്കത്തില്ല. അത് ടേസ്റ്റ് മാറ്റം ഒന്നും വരാത്ത രീതിയിൽ ബ്രൗൺ ആയി കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാണേ. പിന്നെ ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ഇങ്ങനെ കൊണ്ടുപിടിച്ചിരിക്കുക. പിന്നെ ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി, ഇന്ന് അച്ചാർ പൊടി ഉണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കാശ്മീരി ചില്ലി ഇടുന്നത്. അല്ല, എല്ലാത്തിനും ഒരേ ടേസ്റ്റ് വരും. കാശ്മീരി ചില്ലി ഒരുപാട് വേണ്ട, ഒരു 2 സ്പൂണൊക്കെ മതി. അതിനാന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ കായം കൂടുതൽ ഇടണേ, അച്ചാർ പൊടി അല്ലല്ലോ ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് വേണേൽ ചേർത്ത് കൊടുക്കാൻ നോക്കിയേച്ചേ. എനിക്കത് ചേർത്ത് കൊടുക്കേണ്ട വന്നിട്ടില്ല. പിന്നെ ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് എന്നാ പറയുന്നത്, ഒരു ബ്ലാക്ക് കളർ വരുന്ന പോലെ ഇത് മൂപ്പിച്ചെടുക്കരുതേ. ഒരു റെഡിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇത് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേനും ഉപ്പ് പാകം അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇലിമ്പിക്കായ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടല്ല വേവിച്ചേക്കുന്നത്. അപ്പോൾ അതിനും കൂടെ കൂടി കിട്ടുന്ന പോലെ നമ്മൾ ഉപ്പ് തെളിച്ച് തന്നെ ഇടണേ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നെല്ലിക്ക ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിളച്ച വെള്ളം അതിലോട്ടിട്ട് ഒഴിക്കുമല്ലേ ചെയ്തേ. ഇത് പക്ഷേ അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ നെല്ലിക്കായ്ക്കകത്ത് നമ്മളത് എന്നാ പറയുന്നത്, അത് വേർതിരിച്ച് വിടർത്തിയൊക്കെയാണ് നമ്മളത് ചെയ്തത്, അല്ലേ, ഓരോ അല്ലിയായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിഞ്ചാണ് താനും. പിഞ്ചാകുമ്പോഴത്തേനും അതിന് ആ വഴുവഴുപ്പൊക്കെ കുറവായിരിക്കും. പിന്നെ ഇത് മുറിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അതുകൂടി അതിനകത്തോട്ടിട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കണേ. തിളപ്പിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കുറുകി ഇതിലോട്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് അബ്സോർവ് ചെയ്ത് എടുക്കത്തുള്ളൂ. ഇല്ല, അത്രയും കാര്യങ്ങൾ ഇത് നല്ലപോലെ തിളയ്ക്കണം, നല്ലപോലെ തിളയ്ക്കാൻ അനുവദിച്ച് കൊടുക്കണം. അത്രയും സമയം നമ്മളിട്ട് തിളപ്പിക്കണം. മുറിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും തിളപ്പിക്കണ്ട കേട്ടോ. പിന്നെ ഇത് ആറിക്കഴിയുമ്പോൾ ടിന്നിലിട്ട് അടച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.